വന്ദരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിൽ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വിശുദ്ധരായി ജീവിച്ചവർ മരിച്ചാൽ അവരുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം പുറപ്പെടുന്നു എന്ന റഷ്യക്കാർക്കിടയിൽ വളരെ ജനപ്രിയമായ ഒരു സംസാരം ഉണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നിരുപകാരനായിരുന്ന ഇസഹാക്ക് പിതാവ് ആദാമിന്റെ ശരീരത്തിൽ നിന്ന് ഉള്ള ഗന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ മനുഷ്യൻ ശരീരത്തിൽ നിന്ന് പ്രസരിച്ച ഗന്ധത്തിന് സവിശേഷമായ ഒരു സൗരഭ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദാമിന്റെ അടുക്കൽ എല്ലാ ജീവജാലങ്ങളും അടുത്തു വന്നു. ആദാം അവയ്ക്ക് പേരിട്ടു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യന് ഈ ഗന്ധം, ഈ സുഗന്ധം, ഈ സൗരഭ്യം നഷ്ടപ്പെടുത്തി അവന്റെ അടുക്കൽ ജീവജാലങ്ങൾ അകന്നു തുടങ്ങി എന്ന് പ്രത്യേകം പറയുന്നു. അങ്ങനെയെങ്കിൽ റഷ്യൻ പഴമൊഴിയിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശുദ്ധരായി ജീവിച്ച് മരിക്കുന്നവരുടെ ശരീരത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സൗഗന്ധത്തിന്റെ ആ വലിയ ഒരു ദീപവാഹികളായി നാം ഇവിടെ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ 110-ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ മുമ്പുള്ള നമ്മെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള വചന പ്രഘോഷണത്തിന്റെ സന്ധിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 92-ാമത്തെ സങ്കീർത്തനം 12-ാം വാക്യത്തിൽ തിരുവചനത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു ചോദ്യം, നീതിമാൻ എങ്ങനെ തഴയ്ക്കും, എങ്ങനെ വളരും എന്ന് പ്രത്യേകമായിട്ട് 92-ാം സങ്കീർത്തനം 12-ാമത്തെ തിരുവചനം പറയുന്നു. നാം വിശുദ്ധമായ കുക്കുലിയോൻ ചൊല്ലുമ്പോൾ പരിശുദ്ധന്മാരെ ഓർത്തുകൊണ്ട് ചൊല്ലുന്ന കുക്കുലിയോൻ ഭാഗം അതാണ്. 92-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. നീതിമാൻ എങ്ങനെ തഴയ്ക്കും എന്ന് ചോദിച്ചാൽ അവിടെ പാടി ദൈവത്തെ സ്തുതിക്കുന്നു. പന പോലെ തഴയ്ക്കും. അവൻ വളരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നീതിമാൻ ലെബാനോനിലെ കാരകിൽ പോലെ വളരുന്ന അനുഭവം. അങ്ങനെയെങ്കിൽ ഈ സന്ധിയിൽ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് 92-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുകയാണ്. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. വിശുദ്ധ നാട്ടിലെ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഈന്തപ്പന. യോവേൽ പ്രവചനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പരാമർശിക്കുന്ന ഈന്തപ്പന മധ്യ പൗരസ്ത്യ ദേശത്ത് ധാരാളം കാണുവാൻ സാധിക്കുന്നു. യോവേൽ പ്രവചനത്തിൽ പറയുന്നു, മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യനെ വിട്ട് മാഞ്ഞുപോയല്ലോ എന്ന് പറയുന്നു. ഈന്തപ്പനയെ കുറിച്ച് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന യോവേൽ പ്രവചനമാണിത്. ഈന്തപ്പനയും അതുപോലെ ലെബാനോനിലെ കാരകിലുമാണ് ഒരു വിശുദ്ധനെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രത്യേകം നാം പാടിപ്പുകഴ്ത്തുന്നതെങ്കിൽ ഈന്തപ്പന 50-നും 60-നും അടി ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ്. പുറപ്പാട് കാലത്ത് ഒരു താവളമായിരുന്നു ഈന്തപ്പനയുടെ കീഴ് എന്ന് പുറപ്പാട് പുസ്തകത്തിൽ പ്രത്യേകം 15-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഏലീമിൽ 70 ഈന്തപ്പന ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നു, അവർ പിന്നീട് ഏലീമിലെത്തി, അവിടെ 12 നീരുറവ, 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമുക്കറിയാം, നീരിന്റെ ഉറവിനരികെ ആധ്യാത്മികതയുടെ സമൃദ്ധി ആഘോഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് 12 ഗോത്രപിതാക്കന്മാർ ഉണ്ടായിരുന്നു. അതിന് തക്കതായ എണ്ണത്തിൽ 12 ശിഷ്യന്മാരെ, 12 സ്ലീഹന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. പന്തിരു തൂണുകളി ധരയെ താങ്ങുന്നു എന്ന് നമ്മൾ ആരാധനയിൽ പാടിപ്പുകഴ്ത്തുന്നു. ആണ്ടിന്റെ 12 മാസങ്ങളെ പോലെ 12 സ്ലീഹന്മാർ, 12 ഗോത്ര പിതാക്കന്മാർ സഭയെ നയിക്കുകയാണ്.
അങ്ങനെയുള്ള നീരിനുറവിന് കൂടെ 70 ഈന്തപ്പനകൾ കാണുന്നു. ഈന്തപ്പനയുടെ കീഴിലുള്ള വിശുദ്ധ സങ്കേതത്തിന്റെ അനുഭവം ഒരുപക്ഷെ അവിടെ കാണാം. സംഖ്യാപുസ്തകം 33-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതുപോലെ തന്നെ അവിടെ ഓർമ്മിപ്പിക്കുന്നു, ഏലീമിൽ 12 നീരുറവ 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ പാളയം ഇറങ്ങി എന്ന് പറയുന്നു. മനുഷ്യ ജീവിതം ഒരു യുദ്ധത്തിന് സമാനമാണ്, ഒരു പോരാട്ടത്തിന് സമാനമാണ്. അവൻ പാളയം ഇറങ്ങേണ്ടത് ഈന്തപ്പനയുടെ കീഴിലാണ് എന്ന് പഴയ നിയമത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 40-ാമത്തെ വചനം ഓർമ്മിപ്പിക്കുന്നു, ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈന്തപ്പനയുടെ കുരുത്തോലയും തളിർത്തിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാര പെരുന്നാളിന്റെ പ്രദക്ഷിണത്തിന് ഈന്തപ്പനയുടെ ഇലകൾ പേറിക്കൊണ്ട് യാത്ര ചെയ്യുന്ന സംഘത്തെ വിജയാഘോഷങ്ങളുടെ വേളകളിൽ വളരെ പ്രധാനമായും എടുക്കുന്ന ഒന്നായി കുരുത്തോല പിടിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയെ കാണുവാൻ സാധിക്കുന്നു. മക്കാബിയരുടെ പുസ്തകത്തിൽ 1 മക്കാബിയർ 13-ാം അധ്യായം അതിന്റെ 51-ാം വാക്യത്തിൽ പറയുന്നു, സ്വർണ്ണ കിരീടവും ഈന്തപ്പന കൊമ്പും കൈമാറുന്നതാണ് രാജാക്കന്മാർ തമ്മിലുള്ള സമാധാന സന്ധിയിൽ പ്രധാനമായും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാളിൽ നാം പങ്കെടുക്കുമ്പോൾ ഈന്തപ്പനകളെ പോലെ സമാധാനത്തിന്റെ ദീപവാഹികളായിരിക്കണം. ഉത്തമഗീതത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, 7-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളിൽ ഈന്തപ്പനയെ ഓർമ്മിപ്പിക്കുന്നത് കാമുകിയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. കാമുകി കാമുകനോട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ സുവിശേഷ ഗാനങ്ങളിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിപ്പോകുന്നു. മണവാളനായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് സ്നേഹത്തിന്റെ ആഘോഷം നിർവഹിക്കുന്നവരാകണം വിശ്വാസികൾ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു 2 വൃക്ഷങ്ങൾ, ഒന്ന് ഈന്തപ്പന, മറ്റൊന്ന് ദേവദാരു ആണ്. ദേവദാരുവിന്റെ പ്രത്യേകത ലെബാനോനിലെ ദേവദാരു എന്നാണ് ഇവിടെ ഈ വചനത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ 18,000 മീറ്റർ ഉയരമുള്ള പ്രദേശത്താണ് ലെബാനോൻ സ്ഥിതി ചെയ്യുന്നത്. അവിടെ 18-നും 21 മീറ്ററിനും ഉയരം സാധാരണ ഉണ്ടാകുന്നതും എന്നാൽ 100 മീറ്ററിൽ കൂടുതൽ കാണാൻ സാധ്യതയുള്ളതുമായ മരങ്ങളെ കുറിച്ച് ഈജിപ്തിലെ പുരാതനമായ രേഖകൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ദേവദാരുവിനെ കുറിച്ച് ധാരാളം സങ്കല്പങ്ങൾ കാണുന്നു. ദാവീദാണ് ദേവദാരു ആദ്യം ഇറക്കുമതി ചെയ്ത പ്രധാനപ്പെട്ട ആള്. ഇസ്രായേലിലെ 2ാമത്തെ രാജാവായ ദാവീദാണ് ദേവദാരു ആദ്യമായി ആ പ്രദേശത്ത് കൊണ്ടുവന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന് പുതിയ നിയമത്തിൽ ഓർമ്മിപ്പിക്കുമ്പോൾ ദാവീദ് എന്ന് പറയുന്ന ആ ദേവദാരു ആ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന ആളിനെ ഓർക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ശമൂവേൽ പ്രവചനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും ദേവദാരുക്കളെയും ആശാരികളെയും കൽപ്പണികളെക്കാരെയും അയച്ചു. അവർ ദാവീദിനായിട്ട് ഒരു അരമന പണിതു എന്ന് പറയുന്നു. ശലോമോന്റെ കാലത്ത് ഈ ദേവദാരു വൃക്ഷം ആ പ്രദേശത്ത് വളരെ സുലഭമായിരുന്നു എന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ ശ്രദ്ധേയമായി കാണുന്നു. ദേവദാരു അതിന്റെ പ്രത്യേകത ഉയരമുള്ള ഒരു മരമായിരുന്നു ദേവദാരു എന്ന് യെശയ്യാ പ്രവചനം 22-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, ലെബാനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളെ പോലെ എന്ന് പറയുന്നു. ആമോസ് പ്രവചനം 2-ാം അധ്യായം 9-ാം വാക്യം അവന്റെ ഉയരം ദേവദാരുക്കളെ പോലെ ആയിരുന്നു എന്ന് പറയുന്നു. ഉയരം മാത്രമല്ല ദേവദാരുവിന്റെ പ്രത്യേകത, അതിന്റെ മനോഹരമായ ശാഖകളോട് കൂടിയതാണ് ദേവദാരു. എങ്കിൽ നാം ഇവിടെ വിശുദ്ധനായ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മയുടെ മുമ്പിൽ വരുമ്പോൾ വളരെ ഉയരം മാത്രമല്ല, അതിന് വളരെ മനോഹാരിത തരുന്ന ഒന്നാണ്. പെരുന്നാളിന്റെ വളരെ കേളികൊട്ടുകളും ആഘോഷങ്ങളും തുളുമ്പി നിൽക്കുന്ന ഈ മണ്ണിലേക്ക് നാം കടന്നു വരുമ്പോൾ
വളരെ മനസ്സിന്റെ മനോഹാരിത. അത് പലപ്പോഴും പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നത് പോലെ ബാഹ്യമായിട്ടുള്ള അലങ്കാരങ്ങളിലല്ല, ആന്തരികമായി മനസ്സിന്റെ ഉള്ളിലാണ് അലങ്കാരങ്ങൾ തുടങ്ങേണ്ടത്, ഇലുമിനേഷൻ തുടങ്ങേണ്ടത്. ക്രിസ്തീയ അനുഭവത്തെ കുറിച്ച് പ്രത്യേകം ഓർമ്മിപ്പിക്കുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട വാക്കാണ് ഇലുമിനേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ഇങ്ങനെയുള്ള വാക്കുകൾ അത് തുടങ്ങേണ്ടത് ഉള്ളിലാണ്. പെരുന്നാളിന്റെ മഹാമകം നമ്മുടെ ഉള്ളിൽ തുടങ്ങണം. മനോഹാരിതയുടെ അനുഭവങ്ങൾ ആവോളം ഈ ദിവസങ്ങളിൽ അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം സാധിക്കണം. എസെക്കിയേൽ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, അശ്ശൂർ ലെബാനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരു ആയിരുന്നുവല്ലോ. ഒരുപക്ഷെ പ്രവാചകൻ അങ്ങനെ പറയുന്നെങ്കിൽ മലങ്കര സഭയുടെ മക്കളായ നമുക്ക് അഭിമാനത്തോടെ പറയാം, പരിശുദ്ധനായ പരിമല തിരുമേനി ലെബാനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടു കൂടിയ ഒരു ദേവദാരുവുമാണ് മലങ്കര സഭയെ സംബന്ധിച്ച് പരിശുദ്ധനായ പരിമല തിരുമേനി എന്ന് നമുക്ക് അഭിമാനിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധരിൽ 2 വൃക്ഷങ്ങളെയാണ് ഇവിടെ ഈ കുക്കുലിയോനിൽ നാം ഓർക്കുന്നതെങ്കിൽ നയവാൻ പന പോലെ തളിർത്തിടും, അതുപോലെ ലെബാനോനിലെ കാരകിൽ പോലെ ദേവദാരു പോലെ വളരും. ഇങ്ങനെയുള്ള ഈ വിശുദ്ധന്മാരിൽ പ്രധാനമായും കാണുന്ന 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ധ്യാന പ്രസംഗം ഉപസംഹരിക്കുന്നതായിരിക്കും. ഒന്നാമതായിട്ട്, ഈ ലെബാനോനിലെ ദേവദാരുവിലും അതുപോലെ ഈ ഈന്തപ്പനയിലും കാണുന്നതിനോട് ചേർന്ന് ഒരു വിശുദ്ധനെ നാം കാണുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ കാണുന്നു, 1, വിശുദ്ധരിൽ സദാ ജീവരസം തുളുമ്പി നിൽക്കുന്നു. വിശുദ്ധരിൽ എപ്പോഴും ജീവന്റെ രസം എന്ത് ചെയ്യുന്നു? തുളുമ്പി നിൽക്കുന്നു. അതാണ് നമ്മൾ വന്ന് അനുഭവിച്ചറിയുന്നത്. പാപികളായ നമ്മൾ വിശുദ്ധരായി തീരുവാൻ തക്കവണ്ണം ജീവന്റെ രസം തുളുമ്പിക്കൊണ്ട് പരിമലയുടെ മണ്ണിൽ ജീവരസം വിളമ്പുന്ന ഈ പരിശുദ്ധന്റെ സന്നിധാനത്തിലേക്ക് നാം കടന്നു വരണം. വിശുദ്ധരെ കുറിച്ച് അവരുടെ ജീവരസം തുളുമ്പുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മരം ചെയ്യുന്നത് പോലെ. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛനൊക്കെ പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു മരം ചെയ്യുന്ന ഒരു വലിയ സേവനത്തോടെ നമുക്ക് ഈ വിശുദ്ധരെ ഉപമിക്കുവാൻ സാധിക്കും. മരത്തിനുള്ളിൽ മണ്ണിനും വിണ്ണിനും പാലമായി ലംബമായി ഒഴുകുന്ന ഒരു ജീവജല നദിയുണ്ട്. അത് സാധാരണ ഉൽപ്പത്തിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നദികൾ ഒഴുകുന്നതിനെ കുറിച്ച്, വെളിപാട് വരെ നദിയെക്കുറിച്ച് വളരെ ഭംഗിയായി പറയുന്നു. ആറ്റിനരികെ നിൽക്കുന്ന വൃക്ഷത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ ജീവൻ ഉറവയുടെ അരികെ ഇരുന്ന് ദൈവവചനം പഠിച്ചതിനെ കുറിച്ച് പ്രവാചകന്മാർ പറയുന്നു. അങ്ങനെ പലതും നോക്കുമ്പോൾ ഈ വിശുദ്ധൻ എന്ന് പറയുന്നത് ഒരു മരത്തിനുള്ളിൽ മണ്ണിനും വിണ്ണിനുമിടയിൽ പാലമായി നിൽക്കുന്നത് പോലെ പാപികളായ മനുഷ്യരെ വിണ്ണിലേക്ക് നയിക്കുന്ന ആഹ്വാനങ്ങൾ ജീവന്റെ രസം തുളുമ്പിക്കൊണ്ട് നിൽക്കുകയാണ്. മരത്തിന്റെ പ്രത്യേകത എന്താ? യഥാർത്ഥ മരം വേര് ആഴത്തിലേക്ക് പോകും. അതിന്റെ മുകൾ ഭാഗം എന്ത് ചെയ്യും? കൊമ്പ് 1000 ഇലകൾ കാറ്റിൽ ചലിപ്പിച്ച് ഉദയ സൂര്യനിലേക്ക് നോക്കിക്കൊണ്ട് അത് വളരുകയാണ്. അതിന്റെ ശാഖകളിൽ അനേക പക്ഷികൾക്ക് ചേക്കേറാം. അതിന്റെ തണലിൽ അനേകർക്ക് അഭയം ലഭിക്കും. അപ്പോ അങ്ങനെയെങ്കിൽ ചലിപ്പിച്ച് ഉദയ സൂര്യനിലേക്ക് മുകളിലേക്ക് വളരുകയും അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശുദ്ധന്മാർ. ഇന്ന് പലപ്പോഴും വിശുദ്ധന്മാരെ മറന്ന് വിശുദ്ധനിൽ ശക്തിയില്ല എന്ന് ചിന്തിച്ച് വേദപുസ്തകം മാത്രം മതി എന്ന് പറഞ്ഞ് പലപ്പോഴും നീങ്ങുന്ന ആളുകൾ വേരുകൾ ആഴത്തിലേക്ക് പോകുന്നത് പോലെ പാരമ്പര്യത്തിന്റെ വേരുകളെ ആഴത്തിലേക്ക് വിടുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം. ഇലകൾ പുറമേ തളിപ്പിച്ചു മാത്രം നിന്നാൽ പോരാ, വേരുകൾ ആഴത്തിൽ വരിക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അങ്ങനെയുള്ള വീടുകൾ, അങ്ങനെയുള്ള മരങ്ങൾ ഒരു ചെറിയ കാറ്റടിച്ചാൽ അത് നിലംപരിശാകുന്നില്ല. പാറമേൽ വീട് പണിയണം എന്ന് കർത്താവ് പറയുന്നു. മണലിന്മേലല്ല വീട് പണിയുന്നത്, പാറമേൽ വീട് പണിയുന്ന, അടിസ്ഥാനം ആഴത്തിൽ നിർമ്മിക്കുന്ന ഒരു സഭയുടെ അംഗങ്ങളാണ് എന്നുള്ള അഭിമാനം നമുക്കുണ്ടാകണം. സകല മനുഷ്യരെയും
തന്നിലേക്ക് ആകർഷിക്കുന്ന കുരിശു പോലെ പരുമലയിൽ ഒരു പുണ്യവാൻ നമ്മെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നു. മലമുകളിൽ നിൽക്കുന്ന മരം പോലെ പരുമല എന്ന മലയിലെ തിരുമേനി എന്ന മരം ക്ഷീണിതർക്ക് തണൽ നൽകുന്നു, രോഗികൾക്ക് ആശ്വാസം നൽകുന്നു, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്നു. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഈ മലങ്കര സഭയുടെ ഈ മണ്ണിലേക്ക് അനേകർക്ക് കടന്നു വരുവാൻ തക്കവണ്ണമുള്ള വലിയ ആഹ്വാനം കൊടുത്തുകൊണ്ട് ഈ പരുമലയുടെ മണ്ണിൽ ഒരു വലിയ വൃക്ഷം പോലെ പരിശുദ്ധ പരുമല തിരുമേനിയുടെ കബറിടം കുടികൊള്ളുന്നു എന്നുള്ളത് നാം അഭിമാനത്തോടെ കാണണം. ഇവിടെ പലപ്പോഴും കൗൺസിലിങ്ങിനായിട്ട് വന്നിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിന്റെ വടക്കൻ പ്രദേശത്ത് തൃശ്ശൂർ കുന്നംകുളം പ്രദേശത്തെ പല സഹോദരിമാരും സഹോദരന്മാരും കടന്നു വരുമ്പോൾ അവർ പറയുന്ന ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ പരുമല തിരുമേനി എത്രയോ വലുതാണ് എന്ന് വിശ്വാസം വർദ്ധിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞുമായി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമായി വന്നു. എന്നിട്ട് ആ കുട്ടിയിൽ വളരെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുക. കാരണം പരുമല തിരുമേനിയോട് പ്രാർത്ഥിച്ച് വാങ്ങിച്ച ഒരു ആൺകുട്ടിയാണ്. അവർ പറയുകയാണ്, പരുമല തിരുമേനിയോട് പ്രാർത്ഥിച്ചു, അനേക വർഷം കുടുംബജീവിതത്തിൽ മക്കളില്ലാതെ ഭാരപ്പെട്ടപ്പോൾ ഈ കവറിങ്കൽ വന്നു പ്രാർത്ഥിച്ചു, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. പക്ഷെ നമുക്കൊക്കെ തോന്നുന്ന പോലെ ബലഹീനതയാണോ അല്ലയോ എന്ന് അറിയത്തില്ല. ഒരു കാര്യം കൂടെ അവർ ചോദിച്ചു, പരുമല തിരുമേനി അനേക എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, തിരുമേനി തന്നെയാണ് കുഞ്ഞിനെ തന്നതെന്ന് ബോധ്യം വരത്തക്ക രീതിയിൽ കുഞ്ഞിനൊരു അടയാളം വേണം. ആ സ്ത്രീ ആ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞതാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന്റെ ആ കാലിലെ ചെറുവിരൽ കാണിച്ചുകൊണ്ട് ആ സ്ത്രീ പറയുകയാണ്, അതിൽ തിരുമേനി ഒരു അടയാളം തന്നു. ആ ചെറുവിരൽ അല്പം ഒന്ന് വളഞ്ഞ് അത് അടയാളമായി കാണത്തക്ക രീതിയിൽ കാണുന്നു. അപ്പോ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരുമല തിരുമേനിയിൽ കൂടെ നാം ദർശിക്കുകയാണ്, ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന. ചിലർ പറയും, നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ, ദൈവശാസ്ത്രം അങ്ങനല്ലേ, യേശു എന്ന ഒരു മധ്യസ്ഥനേ ഉള്ളല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുകയാ, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ആ ജീവസുറ്റ ജീവരസം തുളുമ്പുന്ന ആ പടത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മൾ അല്പം കൂടെ പുറകിലേക്ക് പോകും. എന്താ നോക്കേണ്ടത്? ശരിക്കും ആധ്യാത്മിക പഠനവും ധ്യാനവും നടത്തേണ്ടത് അങ്ങനെയാണ്. എന്താ പുറകിലേക്ക് നോക്കുക? പരുമല തിരുമേനിയെ കാണുമ്പോൾ പരുമല തിരുമേനി ബലഹീനതയിൽ വളരെ പ്രയാസപ്പെടുന്ന നിമിഷത്തിൽ പരുമല തിരുമേനി കണ്ടു. എന്ത് കണ്ടു? മാതാവിനെയും കുഞ്ഞിനെയും ദർശനത്തിൽ കാണുകയാണ്. മാതാവിനെയും കുഞ്ഞിനെയും ദർശനത്തിൽ കാണുന്ന ആ പടത്തിലേക്ക് നമ്മൾ പുറകാലെ പോകണം. അപ്പോൾ നമ്മൾ ആരിൽ ചെന്ന് നിൽക്കുന്നു? മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിലേക്ക് വന്ന തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാനെ കാണുന്നു. പുത്രൻ തമ്പുരാൻ പറയുകയാണ്, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കും, ഞാനും പിതാവും ഒന്നാണ്. ആധ്യാത്മികതയിൽ കോട്ടം വരുന്ന രീതിയിലല്ല, പ്രത്യേകം പലരും ഉദ്ദേശിക്കുന്ന പോലെ അല്ല. പരുമല തിരുമേനിയെ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നാം ആ പടത്തിലൂടെ കാണുമ്പോൾ പരുമല തിരുമേനിയെ മനസ്സിൽ ധ്യാനിക്കുക. അതിന് തൊട്ടുപിറകിൽ പരുമല തിരുമേനി കണ്ട ആ കന്യാമറിയമിനെയും യേശു പൈതലിനെയും കാണുക. യേശു പൈതലിനെ കാണുമ്പോൾ പിതാവാൻ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ധ്യാനത്തിന്റെ പടികളിലേക്ക് ഈ വിശുദ്ധരിൽ സദാ ജീവരസം തുളുമ്പുന്ന ഈ ജീവരസത്തിന്റെ അരികിലേക്ക് കടന്നു വന്ന് ദൈവ സാന്നിധ്യബോധം ഈ പരിശുദ്ധമായ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ നമുക്കിടയാകട്ടെ. രണ്ടാമതായിട്ട് വിശുദ്ധരിൽ കാണുന്നത്, എനിക്ക് തോന്നുന്നത്, ഹരിതാപം അവരിൽ പ്രസരിക്കുന്നു. ഇന്ന് വളരെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണല്ലോ. പലപ്പോഴും ഹരിത നിറങ്ങളെ, ഹരിതമായിട്ടുള്ളതിനെ നശിപ്പിച്ചുകൊണ്ട് വികസനത്തിന്റെ പേര് പറഞ്ഞ് എന്തൊക്കെയോ ഇവിടെ പടുത്തുയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം പോലെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ പരുമലയുടെ മണ്ണിൽ ഈ സന്നിധാനത്തിലേക്ക് കടന്നു വന്ന് ആശ്വസിക്കുവാൻ സാധിക്കണം. ഒരു വലിയ കെട്ടിടത്തിന്റെ കീഴിലെത്തിയിരിക്കുന്നതിനേക്കാൾ വലിയ ആശ്വാസം ലഭിക്കുന്നതാണ് ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത്. മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ മരം ഒരിക്കലും ഒരു മനുഷ്യരെയും കൊച്ചാക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. മരം നമുക്ക് തണൽ തരുന്നു. മരം നമുക്ക് എന്ത് തരുന്നു? നമുക്ക് ശ്വസിക്കുവാനുള്ള ഓക്സിജൻ തരുന്നു. നമുക്ക് വേണ്ടാത്ത കാർബൺ ഡയോക്സൈഡ് അത് അങ്ങോട്ട് പിടിച്ചെടുക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവന്റെ ഉറവയായ
ഈ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന നസ്രേനായ ക്രിസ്തുവിനെ ആവോളം നാവുകൊണ്ട് പ്രകീർത്തിച്ച് ആരാധനാ ഗീതങ്ങളിലൂടെ ഇമ്പകരമായി പാടിപ്പുകഴ്ത്തി അനേക വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അനേക സന്യസ്തർക്ക് അനുഗ്രഹത്തിന്റെ പ്രവാഹം ചൊരിഞ്ഞുകൊടുത്ത പരിശുദ്ധനായ പരിമല തിരുമേനി ഒരു ഹരിതാപം പോലെ, ഒരു പച്ച പരപ്പ് പോലെ നമ്മളിൽ പ്രസരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. മരം സ്വയം പോഷക ശേഷിയുള്ളതാണ്. മരം അത് മണ്ണിലുള്ള, അത് അജൈവമെന്ന് കരുതപ്പെടുന്ന മണ്ണിൽ നിന്ന് അത് ഭക്ഷണം നേരിട്ട് സ്വീകരിക്കുകയാണ്. ഒരുപക്ഷെ മനുഷ്യരെന്ന് ശാസ്ത്രത്തിലൊക്കെ ഉയർന്നു ചിന്തിക്കുന്ന നമ്മൾ നേരിട്ടിങ്ങനെ ഭക്ഷണം എടുക്കാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ ഈ സസ്യങ്ങളെ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഈ സസ്യങ്ങളെ തിന്നുന്ന ജന്തുക്കളെ ഭക്ഷിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ പല തരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായി ഒരു ഹരിതാപ വർണ്ണന വിശുദ്ധന്മാർ നമുക്ക് തരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുവാൻ സാധിക്കണം. മൂന്നാമതായിട്ട് ഈ വിശുദ്ധനെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് പറുദീസായിലെ ജീവവൃക്ഷത്തിന്റെ പ്രതീകമാണ് വിശുദ്ധന്മാർ. പറുദീസായിലെ ജീവവൃക്ഷം ആദമും ഹവ്വയും നഷ്ടപ്പെടുത്തിയ ആ സുഗന്ധത്തിന്റെ പരിമളം നഷ്ടപ്പെടുത്തിയെങ്കിൽ ദൈവത്തിന്റെ പരിമള പൂവനിയിൽ പനിമരയായി വിടർന്ന് വിലസുന്ന ഈ വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ പറുദീസായിലെ ജീവന്റെ വൃക്ഷമായി പരിലസിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടാകണം. തക്സായിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, മറിയാമെന്ന വരണ്ട ഭൂമിയിൽ നിന്ന് മുളച്ച് വന്ന് ഭൂമിയിലെ 4 ദിക്കുകളെയും തിന്മയുടെ ദുർഗന്ധത്തെ അകറ്റിയ അനുഗ്രഹീത സസ്യം എന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് എടുത്ത ആ കുരിശിനെ നമ്മൾ പറയും സ്ലീബ മരം, കുരിശുമരം. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ, മനുഷ്യനെയും തമ്മിൽ, മനുഷ്യനെയും പ്രപഞ്ചത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ വലിയ സസ്യത്തിന്റെ അടുക്കൽ ചേക്കേറി ധ്യാനിച്ച് കുരിശിന്റെ തണലിലിരുന്ന് ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിച്ച പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ വിശുദ്ധനോട് ചേർന്ന് വിശ്രമിക്കുവാനുള്ള ആത്മീക അനുഭവം ഉണ്ടാകണം. മലങ്കര സഭയുടെ മക്കൾ ദൈവവചനത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കണം. ദൈവവചനം പഠിക്കണം, ദൈവവചനം ധ്യാനിക്കണം. ദൈവവചനത്തെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പരിമല തിരുമേനി എങ്ങനെ കൊണ്ടു നടന്നോ അതുപോലെ കൊണ്ടു നടക്കുവാൻ സാധിക്കണം. ഒരിക്കലൊരു കുട്ടി എൻ്റെ അടുക്ക് വന്നു. ആ കൊച്ചുകുട്ടി പറയുകയാണ്, ആ കുട്ടിയുടെ പേരിങ്ങനാണ്, ഹാബേൽ. അപ്പോൾ നല്ല പേരാണ് ഹാബേൽ. ഹാബേൽ പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്ന അറിയാമോ? എനിക്കൊരു ഇളയ കുട്ടിയെ തരണമേ, ഒരു ഇളയ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് എനിക്ക് ലഭിക്കണമേ. ഇളയ ആളില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളയ കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിന് ആൺകുഞ്ഞാണ്. അപ്പൊ ഈ കൊച്ചു പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? എൻ്റെ പേര് ആബേൽ എന്നാണ്, ഈ ഇളയ കുഞ്ഞിന് കായീൻ എന്ന് പേരിടാൻ ഇടയാകല്ലേ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം വളരെ ചെറിയ കുട്ടിയാണെങ്കിലും കായീൻ ഹാബേൽ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ കുട്ടി തിരിച്ചറിഞ്ഞു. ഇപ്പൊ ചിലപ്പോ പറയും കായിനെന്നിട്ടാലും പേര് വേണ്ടിയല്ല, അക്രമാസക്തമായി എല്ലാം ആർജിച്ചു കൂട്ടി തന്നിലേക്കെല്ലാം ചേർത്തുകൊള്ളുന്ന സംസ്കാരത്തിന്റെ പ്രതീകമായി നമ്മൾ തീരുന്നെങ്കിൽ ഒരു കൊച്ചുകുട്ടി പഠിപ്പിക്കുന്നു ഇതിന് കായീൻ എന്നല്ല, ആ കൊച്ചിനിട്ട ആ ഇളയ വാവയ്ക്കിട്ട പേര് ഗബ്രിയേൽ എന്നാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു പേര് മാതാപിതാക്കൾ ഇട്ടു. തീർച്ചയായും ഓർക്കുക, ദൈവവചനം പഠിച്ച് ദൈവവചനം ധ്യാനിച്ച് ഈ സൗരഭ്യമുള്ള ധൂപമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ നമുക്കിടയാകട്ടെ. പ്രാണവായുവാകുന്ന ജീവശ്വാസം ഇവിടെ വന്ന് ആവോളം സ്വീകരിക്കുക. ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുക. ഇത് വല്ലാതെ നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഇത് വല്ലാതെ നമ്മെ സ്വാന്തനിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ദൈവ കൃപയിൽ നാം ആശ്രയിച്ചുകൊണ്ട് ഓർക്കുക, പ്രയർ ഈസ് ദ എയർ ഓഫ് ദ സോൾ. പ്രാണവായുവാണ്, ആത്മാവിന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് അന്തരാത്മാവിന്റെ അൾത്താരയിൽ പള്ളി കൊള്ളുന്ന അന്തരാമിയുമായിട്ടുള്ള മൗനമായ ഭാഷണമാണ്. ഇന്ന് വളരെ പുതിയ പ്രതിഭാസങ്ങളിൽ കാണുന്നത് പോലെ ഒത്തിരി ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നല്ല. ഈ പരിമലയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെ വന്ന് ആധ്യാത്മിക നിറവിൽ ധ്യാനിക്കണം, ആധ്യാത്മിക നിറവിൽ മനനം ചെയ്യണം. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അശുദ്ധികൾ അത് സംസ്കരിച്ചെടുത്ത് സ്ഫുടം ചെയ്യപ്പെട്ട്
അനുഗ്രഹീതമായ വിശുദ്ധനെ പോലെയുള്ള ആ വിശുദ്ധന്റെ പാതകൾ പേറാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പാപികളായി ഈ ലോകത്തായിരിക്കുന്ന മനുഷ്യനെ വിശുദ്ധിയിലേക്ക് എത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്, അയോഗ്യനായ എന്നെ യോഗ്യതയുള്ള ഈ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു. ദൈവമേ, ഒത്തിരി അയോഗ്യതകളുണ്ട്. ഈ പെരുന്നാളിൽ എൻ്റെ അയോഗ്യതകൾ ഞാൻ ഏറ്റുപറയും. അയോഗ്യനായ എന്നെ, അയോഗ്യയായ ഓരോരുത്തരെയും യോഗ്യതയുള്ള സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ദൈവമേ, പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെ ദൈവത്തിന്റെ വിശുദ്ധിയുടെ ദീപവാഹികളായി മലങ്കര സഭയുടെ ആഗോളമുള്ള എല്ലാ ഈ സഭയുടെ കൊമ്പുകളെയും ഉയർത്തുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമായി തീരട്ടെ. ഈ പരിശുദ്ധ പെരുന്നാൾ അതിന് മുഖാന്തരമായി തീരട്ടെ. ബാഹ്യാഭരണങ്ങൾക്കപ്പുറം മഹുദ്ധീകരണത്തിന്റെ ദിവ്യാനുഭവം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രണ്ട് പിതാക്കന്മാരുടെ സജീവമായ സാന്നിധ്യം, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സന്നിധാനത്തിലുള്ള ഈ പ്രാർത്ഥനയുടെ ഈ ധ്യാനത്തിന്റെ അനുഭവത്തിൽ അല്പസമയം ബലഹീനനായ എന്നെ ഇവിടെ നിർത്തിയതിൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. ദൈവം തമ്പുരാൻ എന്നെയും നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് അനുഗ്രഹത്തിലേക്കുള്ള വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.